പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുളിരിലെ മാണിക്യ പഞ്ചിളി മാനം പറക്കുമ്പോൾ ബാണം പാടിയെ സ്നേഹിച്ചു, ഒരു ബാണം പാടിയെ സ്നേഹിച്ചു. എങ്ങനെയുണ്ട് മക്കളെ അപ്പൂപ്പൻ്റെ പാട്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ആ അണ്ണാ ചായ. ബാലുവിടെ കുടിക്കണ്ട, ചായ കുടിക്കുക. ബാലു അവിടെ ഉണ്ട്. ബാലുവായി ആ നീ എന്തെയാണ് ഇങ്ങോട്ട് വാടാ. ആ ചീപ്രേക്കാ. ഓ അയ്യോ, ചോറ് കഴിക്കണ പോലെയാണ് മിച്ചർ കഴിക്കണം. മര്യാദയ്ക്ക് കഴിക്കടാ. ഓ ഇനിയുണ്ട്. നീ സുരേന്ദ്രനെയും ചേട്ടനെയും പോയി വിളിച്ചുണ്ടോ? ഇതാര് സുരേന്ദ്രൻ കൊണ്ടുവന്ന് വിളിച്ചടാ? ഓ അവൻ അവന്റെ കടയിൽ നിന്ന് വാരി കൊണ്ടുവന്നത് ബേക്കറിയിൽ നിന്ന് പൈസ കൊടുക്കണ്ടല്ലോ. ബേക്കറിയിൽ വെറുതെ കിട്ടുമോ മിച്ചർ? അതും മേടിച്ച് പൈസ കൊടുത്ത് മേടിക്കണ തന്നെ അല്ലേ? എന്തോന്ന് വരും അതൊക്കെ അവിടുത്തെ കുഴിപ്പളത്തമ്മ. മിച്ചറും വറുത്തെടുക്കും. ഒരു ദിവസം ഈ കാണിച്ചു തന്നു. മിച്ചറ് വറുത്തെടുക്കും? എന്റെ പൊന്നിൽ വെച്ചു തള്ളാതെ പോ അവിടുന്ന്. എന്തായാലും അച്ചു എല്ലായിടത്തും മിച്ചർ വറുത്ത് തന്നെ എടുക്കണം. മരത്തിൽ നിന്ന് കുലിക്കല്ലേ എടുക്കണത്. എനിക്ക് നീ എന്റെ മോളെ എനിക്കറിയാം, നിന്റെ തള്ള എനിക്കറിയാം. പോ ഇതെല്ലാരും ഉണ്ടല്ലോ. വാടേ വാടേ അവിടെ ഇരിയടേ. നീ വന്നിട്ട് ഇരുന്നില്ലെന്ന് വേണ്ട, മാറി കൊടുക്കും. ഞാൻ ഇരുന്നോളാടാ അണ്ണേ, ഞാൻ ഇരുന്നോളാം. സുരേന്ദ്ര ഡേ, നീ ഇവിടെ 4 ദിവസം നിൽക്കുമ്പോഴേ നിന്റെ ഭാര്യ ഫോണിൽ കൂടെ കിടന്ന് നിലവിളിക്കൂടെ? ആ ഭാര്യമാരാകുമ്പോ ഭർത്താക്കന്മാരെ അന്വേഷിക്കും. എന്റെ സുരേന്ദ്ര, ഇവിടെ ഒരാൾ സൈറ്റിൽ പോകുന്നുണ്ട്. എങ്ങാനും നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എപ്പോഴെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, തെറിയും വിളിക്കും. ദേഷ്യം അവന്റെ കൂടപ്പറപ്പാണല്ല, പണ്ടേ അങ്ങനെ തന്നെ. അത് എനിക്ക് പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. ഇപ്പം എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇപ്പം ദേഷ്യം അത്രയും തങ്കത്തിനാണ്. പിന്നെ സുരേന്ദ്രന്റെ കാര്യമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ പിന്നെ ഷോ ഒന്നും കാണിക്കില്ല. അവന്റെ ഭാര്യ പറഞ്ഞ കേട്ട അടങ്ങി ഒതുക്കി മര്യാദയ്ക്ക് ജീവിച്ചോളൂ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മാച്ചടേ, ഞാൻ എതിർക്കാൻ ഒന്നും പറഞ്ഞില്ല. നീ പറയും പോലെ തന്നെയല്ല. ഇപ്പൊ എങ്ങനെയാടേ കടയിലെ കണക്കൊക്കെ നോക്കണം നിന്റെ ഭാര്യ അല്ലേ? നീ എന്താണോ വിചാരിക്കണത് അതുപോലെ തന്നെടേ. അല്ലേ? ആ സുരേന്ദ്ര, ഓ ഇങ്ങോട്ട് വന്നപ്പോഴേ വഴിച്ചിലവനെ നിന്റെ ഭാര്യ പൈസ എണ്ണി തിട്ടപ്പെടുത്തി തന്നെ തന്നത്. ഇവിടെ വണ്ടിക്കൂലി മാത്രം തന്നോളേ. വഴിയിൽ നിന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വഴുമ്പോൾ കഴിക്കാമല്ലോ, ഇവിടെ ആഹാരം ഉണ്ടല്ലോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കാര്യം വലിയ പട്ടണിയായി പോകും. അല്ലടേ, നീ ഇതൊക്കെ പറയണല്ല. ചേട്ടൻ നിന്നെ നേരെ ഒന്ന് കണ്ണൂരിട്ട് കഴിഞ്ഞാൽ നീ 4-ലെ വിറയ്ക്കും പോലെ വിറയ്ക്കുമല്ല. അത് കുഴപ്പമില്ലേ? ആര്? ചേട്ടൻ കണ്ണൂരിട്ടിയാ? എവളാ എന്നോ കണ്ണൂരിട്ടാനാ? 2 കണ്ണിനെ ബുദ്ധിമുട്ടുകളായി. അച്ഛൻ കണ്ണടച്ച് കാണിക്കുന്നത്. അതിനിടെ ജീവിക്കുമ്പോൾ പട്ടിയെ പോലെ ജീവിക്കണം, ചാവുമ്പം രാജാവിനെ പോലെ ചാവണം. ഇല്ലണ്ണ? ശരി തന്നെ മക്കളെ. ചാടി. പിന്നെ ചിറ്റപ്പൻ വന്നപ്പോഴേ തരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി. മാലയാ ചിറ്റപ്പ? മാലയാ? ഓ എന്തോന്ന് സുരേന്ദ്ര, എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയി? ഇപ്പോ ചേട്ടത്ത് 1 പവനേ ഉള്ളു ഇടത്തി. അവള് വളരട്ടെ, അപ്പോഴേ നമുക്ക് വേറെ വലുത് വാങ്ങിക്കാം കേട്ടാ. അച്ചോയ് 1 പവന്റെ മാലാന്ന്. മകളെ, ആര് പണയം വെക്കാൻ ചോദിച്ചാലും കൊടുക്കരുതേ. അവൾക്ക് കാര്യം അറിയാം. അല്ല ഇപ്പൊ ഇതൊന്നും വേണ്ടായിരുന്നു. ഒന്ന് നിർത്തടേ. ഓ ഞാൻ ഇവിടെ ഒന്നും ശരിയാവൂല. പറഞ്ഞു നീ ഇങ്ങോട്ട് വാടേ. എല്ലാവരും കൂടെ ഇരിക്കും, നീ അങ്ങ് മാത്രമേ അവിടെ കയറി പോണത്. വാ, തമാശ പറഞ്ഞിരിക്കാം. വാ ഇരി. അതെന്തരി സുരേന്ദ്ര, നീ പോകുമ്പോ തരാന്ന് വിചാരിച്ചാണ്. ഇതാ ഒരു 3 ഷർട്ടും ഇതാ. ഇതിപ്പോ ചോദിക്കൊരു കാര്യം. താങ്ക്സ്. ആടേ താങ്ക്സ് ഒന്നും വേണ്ടടേ. അതെ, നീ വാങ്ങിച്ചോണ്ട് വന്നത് ഒറിജിനൽ സ്വർണ്ണം തന്നെ, അതാ മുക്കൊണ്ടോ? ഒറ്റ അരി വെച്ചോ. പറ്റിയ പ്രായം.